കുറേ മുമ്പേ തന്നെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട്. പെൺകുട്ടിയുടെ അമ്മ മാത്രമേ ഉള്ളൂ. അവരപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പുനർവിവാഹം ചെയ്തു. ഈ അമ്മ ചെയ്ത അദ്ദേഹം അവിടെ ഉണ്ട്. അങ്ങേരെ ഈ കുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നു. പെൺകുട്ടി നമ്മൾ ഈ കഥാപാത്രമായ ഉപദ്രവിക്കുകയായിരുന്നു. അപ്പോൾ അമ്മോട് പറയുമ്പോൾ അമ്മ നിസ്സഹായമാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഒരുപാട് പ്രഗത്ഭരെ സൃഷ്ടിച്ച ഗവൺമെൻറ് കോളേജ് മലപ്പുറത്തിൻ്റെ ആദ്യകാല അധ്യാപകനായിട്ടുണ്ടായിരുന്ന പ്രൊഫസർ ഇസ്മായിൽ സാറാണ് നമ്മുടെ കൂടെയുള്ളത്. തീർച്ചയായിട്ടും മലപ്പുറം കോളേജിൽ പഠിച്ചിട്ടുള്ള ഓരോ വിദ്യാർത്ഥികളുടെയും അവരുടെ കലാലയ ഓർമ്മകളിൽ ഈ ഇസ്മായിൽ സാറിൻ്റെ മുഖം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇസ്മായിൽ സാറോടൊക്കെ നമുക്ക് മലപ്പുറം കോളേജിന്റെ ആദ്യകാല വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. മലപ്പുറം കോളേജ് ആരംഭിച്ചത് ഏകദേശം 72 അല്ലേ ആരംഭിച്ചത്? ആദ്യകാല ഓർമ്മകളൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു? എന്നെ സംബന്ധിച്ച് അതൊരു അത്ഭുതമാണ്. കാരണം ഞാൻ വരുന്നത് ഈ അക്കാഡമിക് രംഗത്ത് എത്ര ഗാംഭീര്യം പുലർത്താവോ, എത്ര പ്രൗഢി ഉണ്ടാകാവോ അങ്ങനെയുള്ള ഫറൂഖ് കോളേജിൽ നിന്നാണ്. എൻ്റെ അധ്യാപന ജീവിതം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. പക്ഷേ സർക്കാർ സർവീസ് കിട്ടിയപ്പോൾ ഞാൻ വരുന്നത് വളരെ ശാന്തമായ, പ്രത്യേകിച്ചൊരു പുതുമയുമില്ലാത്ത ഒരു വരാന്തയിലുള്ള ഒരു കെട്ടിടത്തിലാണ്. സ്വാഭാവികമായിട്ടും ഒരു ദന്തഗോപുര വാസിയായിട്ടുള്ള ഒരാളുടെ താഴോട്ടുള്ള ഒരു വരവായിരുന്നു അത്. ഗവൺമെൻറ് സർവീസാണ്, ആരും ഉപേക്ഷിക്കില്ല. ഫറൂഖ് കോളേജിലെ അധ്യാപകരും പ്രിൻസിപ്പളൊക്കെ ചോദിച്ചിരുന്നു എന്തിനാണ് പോണത്. ഇപ്പോൾ പാരിറ്റിയൊക്കെ ആയല്ലോ, ശമ്പളം എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ്, നമ്മുടെ സ്ഥാപനമല്ലേ ഇത്. ഇന്നും രാജാ ഗേറ്റ് കടന്ന് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഗൽഗതം വരും. അങ്ങനെയാണ് ഞാൻ മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ ആദ്യമായി എത്തുന്നത്. എവിടെയായിരുന്നു നമ്മുടെ കോളേജ്? മുണ്ടുപറമ്പനായിരുന്നോ നമ്മുടെ ആദ്യകാല കോളേജൊക്കെ? എവിടെയായിരുന്നു? അല്ല, ആദ്യകാല കോളേജ് കോട്ടപ്പടിയായിരുന്നു. അതിന് മുമ്പിൽ ഒരു ഹാജിയാരുടെ ഹോട്ടലുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഞങ്ങൾക്ക് എല്ലാം. അന്നൊക്കെ അധ്യാപകരുടെ ശമ്പളമൊക്കെ ചെറുതാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം മാത്രമല്ല, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ അന്യജില്ലക്കാരായ അധ്യാപകർ എന്തെങ്കിലും സാമ്പത്തിക ആവശ്യമായിട്ട് അതും ചെന്ന് പറയും, അദ്ദേഹം അതും തരും. എനിക്ക് പനി പിടിച്ചൊരിക്കൽ ഞാൻ കിടപ്പിലായപ്പോൾ, ഞങ്ങളൊക്കെ അന്ന് ബാച്ചിലറാണ്, ഇവിടെ ഈ പാരഗൺ അതിനടുത്തുള്ള ആ ലോഡ്ജിലാണ് ഞാൻ താമസിച്ചിരുന്നത്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ ബാലൻ ഒക്കെ അവിടെയായിരുന്നു ഉണ്ടായത്. അപ്പോൾ പനി പിടിച്ച് കിടപ്പിലായിപ്പോയി. ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലാത്ത അവസ്ഥ. എന്നെ അവിടെ ഭക്ഷണം കഴിക്കാൻ കാണാതെ ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമകൻ മൊയ്തീനെ വിട്ടന്വേഷിപ്പിക്കുകയാണ്, എവിടെ പോയി ഇസ്മായിൽ മാഷ് എന്നും പറഞ്ഞ്. അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഞാൻ പുതച്ച് മൂടി വിറങ്ങലിച്ച് കിടക്കുകയാണ്, നല്ല പനിയുണ്ട്. അങ്ങനെ പിന്നെ എനിക്ക് വേണ്ടി എല്ലാ ചികിത്സയും നല്ല ചൂടുള്ള കഞ്ഞിയും അച്ചാറും ഒക്കെ എത്തിച്ചൊന്നും മറക്കാൻ കഴിയില്ല. അങ്ങനെ കുറേ മുഖങ്ങൾ. ആജിയാരുടെ വീട് നമ്മുടെ കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു. ആജിയാരുടെ വീട് അവിടെ കുറ്റിപ്പുളി അതിൻ്റെ അകത്തായിരുന്നു. അത് പഴയ കോളേജിൻ്റെ അടുത്ത് അല്ലേ? അല്ല, ഈ പഴയ ഗവൺമെൻറ്, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പഴയ ഗവൺമെൻറ് കോളേജിൻ്റെ അടുത്ത്, നമ്മൾ കോഴിക്കോട്ടേക്ക് തിരിയുന്ന തിരിവിൻ്റെ ആ കുറ്റിപ്പുളി കുറച്ച് ഇന്റീരിയർ ആയിട്ട്. മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ അധ്യാപകരെ ഇടക്കിടക്ക് വീട്ടിലേക്ക് വിളിപ്പിക്കും. നൂറൻ ഹസനാജി എന്നാണ് പറയുക. അദ്ദേഹത്തെ ഞങ്ങളിടക്ക് എന്തെങ്കിലും ഒരു പേരും പറഞ്ഞ് എല്ലാ അധ്യാപകരെയും വിളിച്ച് ബിരിയാണി തരും ആചാര്യ വീട്ടില്. അത് ഈ ഹോട്ടലിൽ ഇതിന് പുറമെ. അത് പറയുകയാണെങ്കിൽ അതിനെപ്പറ്റി കുറെ പറയാനുണ്ട്. രാജീവൻ ഒരിക്കൽ വെറുതെ ഭക്ഷണത്തിന് വന്നപ്പോൾ എന്തോരു ചൂടുണ്ട് ദൈവമേ, ആചാര്യ ഇങ്ങനെ പറഞ്ഞ, വേറൊന്നും പറഞ്ഞില്ല. അതിന് ആചാര്യോട്ട് പ്രതികരിച്ചുമില്ല. പക്ഷേ പിറ്റേന്ന് അവിടെ കാണൊരു പുതിയ പെഡസ്റ്റൽ ഫാൻ, അതാണ് ഹസനാജി, നൂറൻ ഹസനാജി. അപ്പോൾ നമ്മുടെ ഒരു പുതിയ അറിവായിരിക്കും വിദ്യാർത്ഥികൾക്ക്. കാരണം ഈ ഗവൺമെന്റ് കോളേജിന്റെ തുടക്കത്തിൽ ഒരു ആചാര്യക്ക് മലപ്പുറം കോളേജിന്റെ ഒരു ടച്ച് ഉണ്ടായിരുന്നു എന്നുള്ളത്. അന്ന് ഏത് വർഷമാണ് മുണ്ടുപറമ്പിലേക്ക് അത് പറിച്ചു നടന്നത്? അപ്പം ഞാൻ സ്ഥലത്തില്ല, ഞാൻ ട്രാൻസ്ഫറായി പോയ സമയത്താണ്. അപ്പം പിന്നെ
80-ലാണ്. അപ്പം ഞാൻ മലപ്പുറത്തില്ല. ഇല്ല. ഇങ്ങനെ ട്രാൻസ്ഫറായി പല ഘട്ടങ്ങളിൽ പോയ ഒരു ഘട്ടം. 80-കളിൽ അപ്പം ഞാൻ ഇവിടെ ഇല്ല. വേറെ തിരിച്ച് ഞാൻ വരുമ്പോൾ ഈ കോളേജ് മുണ്ടുപറമ്പിലാണ്. മുണ്ടുപറമ്പ്. ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഈ മലപ്പുറം കോളേജായിട്ട് ഉണ്ടായി എന്ന് പറഞ്ഞു. പല ഘട്ടങ്ങളിലായിട്ടുള്ള പല സംഭവങ്ങളിലൂടെ ഈ മലപ്പുറം കോളേജിന്റെ ഇത്രയും കാലത്തെ പൾസ് അറിയുന്ന ആള് എന്നുള്ള രീതിയിൽ അവിടുത്തെ ഏറ്റവും അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു അനുഭവങ്ങൾ നമ്മുടെ കുട്ടികളോട് ഷെയർ ചെയ്യാനുണ്ടോ? അയ്യോ, അത് എന്തെങ്കിലും ഓർമ്മയിൽ വരുന്ന നല്ല രസകരമായിട്ടുള്ള ഒരു അനുഭവം പറഞ്ഞാൽ ചിലപ്പോൾ കണ്ണീരിന് പകരം ചോരയാണ് വരിക. എന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അത് അറിയാൻ ആഗ്രഹം. എനിക്ക് പേര് ഓർമ്മയില്ല, പറയണത് ശരിയല്ല. ഒരു പെൺകുട്ടി, സുന്ദരിയായിട്ടൊരു കുട്ടിയാണ്. അവള് അന്നത്തെ നമ്മൾ മലപ്പുറം കോളേജിൻ്റെ കാർ ഷെഡിൻ്റെ ഭാഗത്ത് ഒരു പയ്യൻ്റെ കൂടെ ബൈക്കിൻ്റെ സീറ്റിൽ ഒരുമിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അന്നത്തെ ഇന്നൊക്കെ അതൊന്നും ഒരു ദൃശ്യമല്ലേ, ഞങ്ങളൊക്കെ ഉള്ള കാലഘട്ടത്തിൽ അതൊരു സംഭവമാണ്. അങ്ങനെ അവളെ വിളിപ്പിച്ചു. ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതും ശരിയല്ല മോളെ, എന്ത് സ്ഥലത്തിലെ പ്രശ്നം? ഞാൻ അവൻ്റെ കൂടെ അവിടെ ഇരുന്ന് വർത്തമാനം പറയും, അത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങൾ അവൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. കുഴപ്പമില്ല മോളെ, ആ ഇരിപ്പിൽ തെറ്റൊന്നുമില്ല, പക്ഷേ ഇതിനൊക്കെ ചില ഘട്ടങ്ങളുണ്ട്. അവൻ അടുത്ത പ്രാവശ്യം നിന്നോട് ചായ കുടിക്കാമെന്ന് പറഞ്ഞു. നമുക്ക് ഒരുമിച്ച് ഒരു ചായ കുടിച്ചു, അതിലും തെറ്റില്ലല്ലോ, മക്കൾ പോകും, തിരിച്ചു വരും. 3-ാമത്തെ സ്റ്റേജിൽ നമ്മളൊന്ന് സിനിമയ്ക്ക് പോകില്ലെന്ന് ചോദിക്കും. അപ്പോഴും നിനക്ക് നോ എന്ന് പറയാത്ത തലത്തിലേക്ക് ഇത് വളർന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ അടുത്തടുത്തിരുന്ന സിനിമ കാണും, നിങ്ങളുടെ പ്രായം, അവിടെ നിങ്ങൾക്കൊരു നിയന്ത്രണമല്ല, നിങ്ങൾ തെറ്റും, വഴി തെറ്റിപ്പോവും. ഞങ്ങൾ നിങ്ങളെ പോലുള്ള മക്കളുടെ അങ്ങനെയുള്ള പിതാക്കളാണ്. ആ അർത്ഥത്തിൽ പറയാണ് മോള് അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് നല്ല വാക്ക് പറഞ്ഞു വിട്ട് അവൾ അത് നന്നാകുമെന്നൊക്കെ വിചാരിച്ച് ചെയ്തില്ല. ഇതൊക്കെ ആവർത്തിച്ചു. അധ്യാപകരുടെ കൂട്ടത്തിൽ ആരോ പ്രിൻസിപ്പൾക്ക് പരാതി കൊടുക്കുന്നു. കോളേജ് കൗൺസിൽ കൂടുന്നു. ഇവളെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കും. അങ്ങനെ ഞാൻ ഇംഗ്ലീഷ് പാടിരിക്കുമ്പോൾ ഇപ്പോൾ വയ്യാണ്ട് വീൽ ചെയറിലായിട്ട് കുറച്ച് കാലമായി ഫിസിക്സിലെ മുഹമ്മദ് സാറ് നല്ല ഊർജ്ജസ്വലനാണ്. അന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് എന്നെ പുറത്തേക്ക് വിളിച്ച്. കാരണം മറ്റധ്യാപകർ അവിടെ ഇരിക്കല്ലേ. നമ്മൾ കേട്ട കഥയൊന്നുമല്ല സ്മേലെ. അതിനെ പറഞ്ഞു, കരച്ചിലല്ല, ചോര വരിക. അവള് എന്നെ വന്ന് കണ്ടിരുന്നു. സാറ് പറയാം, കുറേ മുമ്പേ തന്നെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട്, പെൺകുട്ടിയുടെ. അമ്മ മാത്രമേ ഉള്ളൂ. അവരപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പുനർവിവാഹം ചെയ്ത് ഈ അമ്മ ചെയ്ത അദ്ദേഹം അവിടെ ഉണ്ട്. അങ്ങേരെ ഈ കുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നു. പെൺകുട്ടി നമ്മൾ ഈ കഥാപാത്രമായ ഉപദ്രവിക്കുകയായിരുന്നു. അപ്പോൾ അമ്മോട് പറയുമ്പോൾ അമ്മ നിസ്സഹായമാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിന് ഇവിടെ ഒരു അന്യ പെൺകുട്ടിയാണ്. അതെ, ശരിയാ. യുവത്തുള്ള ഭംഗിയുള്ള, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഭംഗിയുള്ള മോളാണ്. അങ്ങനെ അവൾ പല തവണ അവൾ നശിപ്പിക്കപ്പെടും. അങ്ങനെ ആ കാലഘട്ടത്തിൽ അവൾക്ക് അഭയം കൊടുത്ത കുട്ടിയാണ് ഈ ആൺകുട്ടി. അവനോടാണ് അവളിതെല്ലാം തുറന്ന് പറയാം, എല്ലാ കാര്യങ്ങളും. അല്ലാണ്ട് ഞങ്ങൾ വേറൊന്നും പറയാറില്ല. അപ്പോൾ ബൈക്കിൻ്റെ അവിടെ വന്നിരിക്കും. അവനെനിക്കൊരു ആശ്വാസമൊക്കെ പറഞ്ഞു തരും. ഇനിയിപ്പോൾ ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് മുഹമ്മദ് സാറിനോട് ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ, നമ്മളിവിടുത്തെ സീനിയർ മോസ്റ്റ് അധ്യാപകരിൽ 2 ആളാണ്. ഇത് നമുക്കൊരു പരീക്ഷണമാണ്. തിന്മയുടെ കൂടെ നിൽക്കാനൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അവിടെ ഭൂരിപക്ഷം ഉണ്ടോ ഇല്ലെന്നുള്ള വിഷയമല്ല. കോളേജ് കൗൺസിൽ വീണ്ടും വിളിക്കാൻ നമ്മൾ ആവശ്യപ്പെടുന്നു. ഞാൻ ആവശ്യപ്പെടുമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടും. അവിടെ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ വളരെ ഔദ്യോഗികമായിട്ട്, കാരണം പറയാൻ പറ്റുന്നതല്ലേ പറ്റുള്ളൂ, അത് വെച്ച് നമ്മൾ കാര്യങ്ങൾ പറയുന്നു. അതുകൊണ്ട് കോളേജ് കൗൺസിലിൻ്റെ തീരുമാനം പിൻവലിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതിനു മുമ്പ് അപ്പോൾ കൗൺസിലിലെ ആളുകളൊക്കെ കണ്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രിൻസിപ്പളാകെ ഇടിവെട്ടുകൊണ്ട് പോലെയായിപ്പോയി. ഇതെന്താണ് ഈ പറഞ്ഞ് കൗൺസിൽ തീരുമാനിച്ചതല്ലേ. അന്നത്തെ പ്രിൻസിപ്പൾ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതായാലും സാറ് സ്ട്രോങ് ആയിട്ട് എൻ്റെ കൂടെ നിന്നിരുന്നു. അരുണാചൽ സാറാണ്. അപ്പോൾ സാറ് കടമ്പിടുത്തത്തിനൊന്നുമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പെൺകുട്ടിയല്ലേ. അവളുടെ ജീവിതം അങ്ങനെയാണ് അവൾ വീണ്ടും
കോളേജിലേക്ക് തിരിക്കുന്നത്? കാരണം അവൾ പറയണത് ഇനിയുള്ള എൻ്റെ പുറത്തേക്കുള്ള പോക്കെന്ന് പറയണത് മറ്റേ വാക്ക ഉപയോഗിച്ച് ഞാൻ വല്ല വേശ്യാലയത്തിലോ ഓക്കെ. മറ്റോ ചെന്ന് അവസാനിക്കും. ഇനി വേറെ എവിടെ പോകാനാണ് ഞാൻ? എനിക്ക് അങ്ങനെയാണ് സാർ എൻ്റെ ജീവിതം. കാരണം അച്ഛൻ മരിച്ചു പോയപ്പോൾ. അവരവിടെ പിന്നീട് കോളേജിലേക്ക് അപ്പോൾ മലപ്പുറം കോളേജിലെ അവിസ്മരണീയ സംഭവം പറഞ്ഞാൽ അന്നും ഇന്നും എൻ്റെയൊക്കെ മനസ്സിലെത്താനുള്ളത്. അവർ പഠിച്ചിറങ്ങി പോയി അല്ലേ? അവളുണ്ടോ ഇപ്പോൾ എവിടെയെങ്കിലും അറിഞ്ഞൂടാ? അറിയില്ല. ഇസ്മായിൽ സാറേ, ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ കടന്നു പോയിട്ടുണ്ട്. ഇന്ന് വിദ്യാർത്ഥികൾ എന്ന് കാണുമ്പോഴും അവരൊക്കെ അച്ഛനമ്മമാരും ഒക്കെ ആയി മാറിയിട്ടുണ്ട്. പല മേഖലകളിലും അവർ റിട്ടയർ ആയവരുണ്ട്, പല ആളുകളുണ്ടാവും. അപ്പൊ ഇന്ന് എന്താണ് ഈ ഒരു പുതിയ തലമുറയോട് അല്ലെങ്കിൽ ഈ നമ്മുടെ ഇസ്മായിൽ സാറിന്റെ വിദ്യാർത്ഥികളോടൊക്കെ ഒരുമിച്ച് പറയാനുള്ള എന്തെങ്കിലും സന്ദേശങ്ങളുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരുന്നൊരു ചോദ്യമാണത്. കാരണം യുവതലമുറ എത്തിപ്പെട്ടു നിൽക്കുന്ന പ്രതിസന്ധി വളരെ സങ്കീർണമാണ്, വളരെ ദുരൂഹമാണ്. ചില പേരൻസൊക്കെ പറഞ്ഞത് മക്കൾ നഷ്ടപ്പെട്ടവർ തുല്യമാണ് എന്നാണ്. ആ ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. അപ്പം ഞങ്ങൾ രക്ഷിതാക്കൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, കൃത്യമായിട്ട് പിന്നെ 1+1 = 2 അങ്ങനെ പറയാൻ പറ്റില്ല എങ്കിലും മക്കളെ അടുത്തറിഞ്ഞ് അവരെ കൂടെ നിൽക്കാൻ, അവരുടെ കൂടെ ഒരു നിഴലായിട്ട് നിൽക്കാൻ കഴിയണം. അവർക്ക് നിങ്ങൾ റോൾ മോഡൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞ പോലെ അതല്ല, അതിലപ്പുറമാണെന്നാണ് ഞാൻ പറയുക. കാരണം അവലംബമാണ്. നിങ്ങളെ കണ്ട് അവർ വളരുകയാണ്. അപ്പം നമുക്ക് പറ്റുന്ന ഒരു തെറ്റ് അതിൻ്റെ പല ഇരട്ടികളിലായിട്ട് ചിലപ്പോൾ ആവർത്തിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ ജീവിതത്തെപ്പറ്റി വളരെ പോസിറ്റീവായ ഒരു കാഴ്ചപ്പാട് പുലർത്തുകയും തദനുസാരം മക്കളെ വളർത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ആ മക്കളെ പറ്റി പ്രതീക്ഷിക്കാൻ പറ്റും. കുറഞ്ഞ സമയമാണെങ്കിലും നമ്മുടെ ഇസ്മായിൽ സാറ് മലപ്പുറം കോളേജിൻ്റെ ഒരു പൾസായിരുന്നു എന്നുള്ളതാണ്. അവരുടെ ആ യാത്രയിൽ ഒരുപാട് വിദ്യാർത്ഥികളെ അവരുടെ നല്ല വഴികളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു നല്ല അധ്യാപകനാണ്. അതിന് കുറച്ച് സമയം ചെലവഴിച്ചതിൽ വളരെ സന്തോഷം.